ഒരുപാട് പേര് വിളിച്ച് മനോഹരമായ അഭിപ്രായം പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. എന്താണ് അതിൽ കുഞ്ഞച്ചൻ എന്ന ക്യാരക്ടർ സുരാജിനെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കണം എന്ന് ബെന്നിച്ചേട്ടന് തോന്നാൻ കാരണം? കാരണം പലരെയും ഡേറ്റ് ഇല്ലാതെ വന്നപ്പോൾ പിന്നെ നിവൃത്തിയും ഇല്ലാത്ത ഒരവസ്ഥയിൽ പിന്നെ. പക്ഷേ പടത്തെ കുറിച്ച് ആലോചിച്ചപ്പോൾ തന്നെ ആദ്യം സുരാജിനെ വിളിച്ച് മമ്മൂക്കാക്ക് അഡ്വാൻസ് കൊടുക്കുന്നതിന് മുമ്പ് എനിക്ക് അഡ്വാൻസ് തരുന്നു. എന്താണ് അത് സത്യാവസ്ഥ? അല്ല, എന്നോട് ബെന്നി വന്നപ്പോഴേ പറഞ്ഞു ഈ പടത്തിൽ സുരാജിന്റെ കൂടെയാണ് അഭിനയിക്കേണ്ടി വരുന്നത്. നമുക്കൊക്കെ വിരോധം ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വിരോധമില്ല, നമ്മളിപ്പോൾ ആരാണ്, നമ്മളിപ്പോൾ കൂടെ അഭിനയിക്കുന്ന ആളുടെ സ്വഭാവവും അയാളുടെ ചരിത്രവും അയാളെ പറ്റിയുള്ള നോക്കേണ്ട കാര്യമില്ലല്ലോ. സത്യം പറഞ്ഞാൽ ഇതിനകത്ത് കുഞ്ഞച്ചൻ എന്ന് പറയുന്ന കഥ സുരാജ് അല്ലാതെ ഈ റോൾ അഭിനയിക്കാൻ ഒരു നടനെ പറയാൻ പറഞ്ഞിട്ടുണ്ട്. പറയാൻ പറ്റില്ല. ഞാൻ ആലോചിച്ച് നോക്കിയിട്ട് കിട്ടില്ല. കാരണം ഞാൻ സമ്മതിച്ചു സുരാജ്. കാരണം വളരെ നല്ല കഥാപാത്രമാണ് സുരാജിന് ലഭിച്ചിട്ടുള്ളത്. കാരണം കുഞ്ഞച്ചൻ എന്ന് പറയുന്ന കഥാപാത്രം സുരാജിനൊരു വെല്ലുവിളിയാണ്. ആ പടത്തിന്റെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ഇടക്കിടക്ക് ഇങ്ങനെ കുഞ്ഞച്ചൻ സുരാജിനെ വെല്ലുവിളികൾ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ സുരാജ് ഈ വെല്ലുവിളി കേട്ട് അന്തം വിട്ട് കുന്തം മുഴുകി ഞെട്ടുന്നത് നമ്മൾ ഇടക്കിടക്ക് ചില ഷോട്ടുകളിലുണ്ടല്ലോ ഞെട്ടുന്നത്. വെല്ലുവിളി ഞാനിങ്ങനെ വെല്ലുവിളിയും ആക്രോശമൊന്നും കണ്ടിട്ടേ ഇല്ല. തീർച്ചയായിട്ടും വെല്ലുവിളി എന്ന് പറയുന്നത് ചില്ലറ വെല്ലുവിളിയാണ്. കാലത്ത് വന്നിട്ട് സ്റ്റേജിൽ ഇരുന്ന് മമ്മൂക്ക ഈ മദ്യപിച്ചുകൊണ്ടിരിക്കുമ്പോ ആ സമയത്ത് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നൊക്കെ ഉണ്ട്. ഞാൻ വന്നിട്ട് വളരെ ഫീലിങ്ങോടുകൂടി സംസാരിക്കുന്ന ആ ഡയലോഗ് ശരിക്കും ഞാൻ ആ ഡയലോഗ് ഒന്ന് പറയാം. ഫുള്ള് വായിച്ചതുകൊണ്ട് എനിക്കതൊക്കെ ബൈഹാർട്ടായിരുന്നു. പക്ഷേ ഈ ക്ലീറ്റസിന്റെ മുമ്പ് വരുമ്പോ കിളി പറന്നു പോകും. ഇങ്ങനെ ഒന്ന് മുഖത്ത് നോക്കിയാൽ മതി, ഇങ്ങനെ ചെയ് ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ കാണാതെ പഠിച്ചു വെച്ചതും പഴയ കാര്യങ്ങളും ഇപ്പോഴുള്ളതെല്ലാം മറക്കുക. ഇതൊക്കെ അബൂ സലീമേ എന്തറിയോ, ഈ സുരാജിന്റെ ഒരു ട്രിക്കാ. കാണാതെ പഠിച്ചിട്ടില്ല, ഒട്ടും വായിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. എന്നിട്ട് എന്റെ മുഖത്ത് നോക്കുമ്പോൾ എന്താ എന്റെ മുഖത്താണ് വല്ല അത്ര ദുഷ്ടമുഖം സിംഹോപലി വെറുതെ ഡയലോഗ് പഠിക്കൂല. ഡയലോഗ് പഠിക്കാതെ വന്നിട്ട് നമ്മൾ ഡയലോഗ് എന്നിട്ട് പറയുന്നത് എന്താണ്? ഞാൻ ഡയലോഗ് കാണാൻ ശരിയുണ്ട്. ഇതായിരുന്നു പഠിച്ച മറക്കൂലല്ലോ. മറന്നു. എന്തായാലും പറഞ്ഞല്ലോ, ഈ സ്റ്റേജ് എന്ന് പറയുന്നത് കലാകാരന്മാർക്ക് ബാക്കി പറയാൻ ദൈവത്തെ പോലെയാണ്. അത് തൊഴുത് വന്ദിച്ചിട്ട് ഞങ്ങൾ അതിനകത്ത് തന്നെ കയറാറുള്ളൂ. ആ സ്ഥലത്തിരുന്ന നിങ്ങൾ ഈ തോന്നിയാസം കാണിക്കുന്നത് ആ സിനിമയിൽ പറഞ്ഞ പോലെ ഒന്ന് പറഞ്ഞു. അതിനിപ്പോ സിനിമ കാണാനല്ലേ, സിനിമ കണ്ടിട്ട് ഒരുപാട് പേര് വിളിച്ച് വളരെ നല്ല അഭിപ്രായം പറയുമ്പോൾ എനിക്ക് എന്തെന്നറിയാം. ഐ ലവ് യു. ഹ്യൂമർ ചെയ്യാൻ പറഞ്ഞപ്പോ ഈ ഹ്യൂമർ ചെയ്യുന്ന ആൾക്കാർക്ക് ക്യാരക്ടർ റോളിലേക്ക് താല്പര്യമുണ്ട്. തീർച്ചയായിട്ടും. പക്ഷെ ക്യാരക്ടർ റോൾ പോയാലും എനിക്ക് ഹ്യൂമർ വിടാൻ താല്പര്യമില്ല. സെന്റിമെന്റ്സ് കാലത്ത് എന്നിട്ട് ഗ്ലിസറിൻ ഒരു കിട എടുത്ത് അണിൽ കൊട്ടി ഇല്ല, ഞാൻ ഗ്ലിസറിൻ പോലും ഇടാതെ. അതെങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് രാജു? ഓ, ഞാൻ ഇത്രയും വലിയ ഗ്ലിസറിൻ പ്രളയം കണ്ടിട്ടില്ല. ഞാൻ കരഞ്ഞു പോയി. ക്യാമറ കരയണം. ശമ്പളം ഇല്ലെന്ന് പറഞ്ഞു. ഈ പടത്തിന് കാശ് വയ്ക്കരുത്. അപ്പൊ പിന്നെ ഗ്ലിസറിൻ ഒന്നും വേണ്ടാതെ കരഞ്ഞു, ഒന്നും ഇല്ലാതെ കരഞ്ഞു. എന്നെ പോലെ തന്നെ ഇപ്പോൾ മലയാള സിനിമയിലേക്ക് ഒരു പുതിയ കൊമേഡിയൻ കടന്നു വന്നിരിക്കുന്നത് നമുക്കെല്ലാം അറിയാം. ടി വിയിലൂടെ നമ്മൾ ഒരുപാട് പ്രാവശ്യം കണ്ട് അദ്ദേഹത്തിൻ്റെ കോമഡികൾ കണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കലാകാരനാണ് ഒരു പുതുമുഖം നസീർ കോട്ടയം. അദ്ദേഹത്തിന് എല്ലാവർക്കും അറിയാലോ. ഇദ്ദേഹം ഉല്ലാസ് പന്തളത്തിന്റെ ഞാൻ ഈ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ ഒരു ഡയലോഗ് കേട്ട് ഭയങ്കരമായിട്ട് ചിരിച്ചു. എന്നിട്ട് ഞാൻ ചേട്ടന്റെ പറയാൻ ചോദിച്ചു, ചേട്ടാ ഉഗ്രൻ കൊടുക്കണോ എന്ന് എന്നോട് ചോദിച്ചു. അതെനിക്ക് ഉല്ലാസിന് വേണ്ടി എഴുതി വെച്ചാൽ ചേട്ടാ ഭയങ്കര കൈയടിയായിരിക്കും. അത് എനിക്ക് തന്നൂടെ? ഇതാ ഞാൻ സത്യങ്ങൾ വിളിച്ച് പറയാൻ. സത്യം വിളിച്ച് പറഞ്ഞാൽ ഇത് വായിച്ചപ്പോ ഞാൻ പറഞ്ഞു, ചേട്ടാ ഇതിന് 2 എണ്ണത്തിന് തിയേറ്ററിൽ നിറഞ്ഞ കൈയടിയായിരിക്കും. അതിൽ ഒരെണ്ണം ചേട്ടന്റെ ആ ഡയലോഗ് പറയണ്ട, സിനിമ കാണാത്തവരുണ്ട്. ഡയലോഗ് പറഞ്ഞു ആൾക്കാർ സിനിമ കണ്ടല്ലേ മനസ്സിലാവുള്ളൂ. ഇല്ല ആ ഡയലോഗ് അത് ഡയലോഗാണോ? അല്ല, അത് പാട്ടാണ്. പക്ഷെ ആ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. സിനിമ കണ്ട അപ്പൊ അത് പറഞ്ഞാലേ ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ. ഈ കളി വിട്ട് തുടങ്ങി നമ്മൾ എഴുതിയ ഡയലോഗാണോ? അത് വേറെ ആരുടെ എഴുതിയ ആ പാട്ടങ്ങനെ അതൊരു സിറ്റുവേഷനിൽ പാടുന്നു. ആ ഒരു സിറ്റുവേഷൻ, ഈ സിറ്റുവേഷൻ ആണ് ഈ സിനിമയിലെ ഹ്യൂമർ. അതാരാ അഭിനയിക്കുന്നത്? സിറ്റുവേഷനായിട്ട് അഭിനയിക്കുന്നത് ഞാൻ പോകണമെന്ന്